ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങുന്നു. ഇനി അംഗം ബീഹാറിൽ. പകരമെത്തുന്നത് പ്രധാനമന്ത്രിയുടെ സ്വന്തം രാജേന്ദ്ര വിശ്വനാഥ്. ക്രിസ്ത്യൻ വോട്ടുകളിൽ നോട്ടമിട്ട BJP. 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം. ഇനി ബീഹാർ ഗവർണറാകും. നിലവിൽ ബീഹാർ ഗവർണറായ RSS പശ്ചാത്തലമുള്ള BJP നേതാവ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരള ഗവർണറാകുന്നത്. ഗോവ നിയമസഭ മുൻ സ്പീക്കറായിരുന്ന അദ്ദേഹം ഹിമാചൽ പ്രദേശ് ഗവർണറായും സ്ഥാനം വഹിച്ച വ്യക്തിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഗോവയിൽ നിന്നും കേരളത്തിലേക്കുള്ള രാജേന്ദ്ര വിശ്വനാഥിന്റെ വരവിലൂടെ BJP ലക്ഷ്യമിടുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തെയാണെന്നാണ് വിലയിരുത്തൽ. ചെറുപ്പം മുതൽ RSS പ്രവർത്തകനായിരുന്നു ആർലേക്കർ. 1980കളിൽ തന്നെ ഗോവ BJPയിൽ സജീവ സാന്നിധ്യമായിരുന്നു. പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കടലാസ് രഹിത അസംബ്ലി എന്ന നേട്ടം ഗോവ മന്ത്രിസഭയ്ക്ക് നൽകിയത് ആർലേക്കറിന്റെ ഇടപെടലായിരുന്നു. 2015 ഗോവ മന്ത്രിസഭ പുനഃസംഘടനയിൽ ആർലേക്കർ വനംവകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2021 ഹിമാചൽ പ്രദേശിലെ ഗവർണറായി നിയമിതനായത്. പിന്നീട് 2023 ബീഹാർ ഗവർണറായി നിയമിതനായി. ഗോവയിൽ നിന്നുള്ള നേതാവായ ആർലേക്കറിനെ കേരളത്തിലേക്ക് അയക്കുന്നതിൽ BJPക്കും മോദിക്കും രാഷ്ട്രീയ താൽപര്യമുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തുക എന്നതാണ് BJPയുടെ അജണ്ട. അതിനുതകുന്ന ആളെയാണ് കേരള ഗവർണറാക്കുന്നത്. വരുന്ന ആൾ തന്നെയാണ് അതിന് ഉതകുന്നതെന്നാണ് വിലയിരുത്തൽ. 5 സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കാണ് മാറ്റം. കഴിഞ്ഞ സെപ്റ്റംബർ 5 ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരും ഗവർണർ ആരിഫ് ഖാനും തമ്മിലെ ഭിന്നത തുടരുന്നതിനിടെയാണ് മാറ്റം. അടുത്ത വർഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബീഹാറിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം എന്നത് ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും LDF സർക്കാരുമായും നല്ല ബന്ധമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ തുടർന്നിരുന്നത്. തുടക്കം മുതൽ തന്നെ ഉടക്കിലായിരുന്നു ഗവർണറും സർക്കാരും. ബില്ലുകളിലെ ഒപ്പിടൽ തുടങ്ങി VC നിയമനം വരെയുള്ള വിഷയങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിലും ഗവർണർ സർക്കാരിനെ വിമർശനം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞായിരുന്നു വിമർശനമുണ്ടായത്. പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കില്ലെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി. നിരുത്തരവാദപരമായ നടപടികളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും ഗവർണർ വിമർശിച്ചിരുന്നു. കേരളത്തിൽ രാഷ്ട്രീയമായി ഇത്രയധികം ഇടപെടൽ നടത്തിയ മറ്റൊരു ഗവർണർ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വിലയിരുത്താം.